നോർത്ത് അമേരിക്കയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന വൺ ഓഫ് ദി ഡ്രൈവ് ത്രൂ ആയിട്ടുള്ള ഒരു സഫാരി പാർക്കിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പാർക്ക് ഒമേഗ ഇത് സ്ഥിതി ചെയ്യുന്നത് ക്യുബക്കിലാണ്. ഒരു 12 കിലോമീറ്ററോളം ദൂരം നമുക്ക് കുറേ പുൽത്തകിടുകളും കുഞ്ഞു കുഞ്ഞു കാടും റോക്കി ഹിൽസൊക്കെ കണ്ടുകൊണ്ടുള്ള ഒരു യാത്രയാണിത്. അതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന കൊമ്പന്മാരാണ് കേട്ടോ. സോ നമ്മൾ ഈ പോകുന്ന വഴിക്കെല്ലാം ഗുണ്ട പിരിവ് പോലെ ഇവരിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ക്യാരറ്റ് ഫീഡ് ചെയ്ത് അവസാനം നമ്മളൊരു വഴിയാവും. കാരണം എത്ര കഴിച്ചാലും ഇവരുടെ വിശപ്പ് മാറില്ല. ഇവരിങ്ങനെ നമ്മളെ തടഞ്ഞു നിർത്തി, വണ്ടിയിൽ നിന്ന് തടഞ്ഞു നിർത്തി ഇങ്ങനെ ക്യാരറ്റ് കഴിച്ചു കൊടുത്തിരിക്കും. ചിലരെന്നൊക്കെ പറഞ്ഞാൽ തൊടാനും നല്ല ഫ്രണ്ട്ലിയാണ്, പക്ഷെ ചിലർക്ക് കഴിക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ. ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ യാതൊരു മൈൻഡും ഉണ്ടാവില്ല. ഇവർ മാത്രമല്ല അവിടെ അതിനകത്ത് ഉള്ളത്, ഒത്തിരി വൈൽഡ് സ്പീഷീസ് ഉണ്ട് ഇവിടെ. ബീവർ ഉണ്ട്, റക്കൂൺ ഉണ്ട്, അതുപോലെ വൂൾഫ് ഉണ്ട്, ആർട്ടിക് വൂൾഫ് ഉണ്ട്, പിന്നെന്താ വൈറ്റ് ടെയിൽ ഡിയർ ഉണ്ട്, മ്യൂൾ ഡിയർ ഉണ്ട്, യെല്ലോ ഡിയർ ഉണ്ട്, ടേർട്ടിൽസ് ഉണ്ട്, പിന്നെ ബെയർ ഉണ്ട്, ഫോക്സ് ഉണ്ട്, പിന്നെന്തായിരുന്നു ബൈസൺ ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഓഫ് അനിമൽസിൻ്റെ ഒരു സ്ഥലമാണ്. നമുക്ക് ആദ്യമൊക്കെ കൊടുക്കാൻ ഭയങ്കര രസമായിരിക്കും കേട്ടോ. അയ്യോ കൊടുക്കാലോ എന്ന്. പിന്നെ ഇവർ പോവില്ല, ഇതിനകത്തേക്ക് തലയിട്ടിട്ട് ഇവരിങ്ങനെ നമ്മളെ ഫുഡ് തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. സോ ഇവരിങ്ങനെ ഫീഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഒരു FM സ്റ്റേഷൻ ഉണ്ട്. സോ നമ്മൾ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് ഭാഗത്തൂടെയാണ് പോകുന്നത്, അവിടെ ആരൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കിങ്ങനെ പറയും. അപ്പോൾ അതനുസരിച്ചിട്ട് പിന്നെ അവർ തരുന്ന മാപ്പും അനുസരിച്ചിട്ട് നമുക്ക് നോക്കാം. ടിക്ക് ചെയ്ത് പോയാൽ ഒരുവിധം സ്പീഷീസൊക്കെ നമ്മൾ കാണും കേട്ടോ. പിന്നെ ഇത് കൂടാതെ അവിടെ ഒരു വലിയൊരു ലേക്ക് ഉണ്ടായിരുന്നു. സോ ട്രൗട്ടിനെയൊക്കെ കാണാം. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഫിഷിനൊക്കെ ഫീഡ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു മാൻ കുഞ്ഞുങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് മാത്രമല്ലാണ്ട് അവിടെ നമുക്കൊരു ക്യാബിൻ ഉണ്ട്, ആക്ച്വലി വൂൾഫ് ക്യാബിൻ എന്ന് പറയുന്നത്. അത് മഞ്ഞുകാലത്താണ് കൂടുതലും എല്ലാവരും എടുക്കുക. ഫുൾ വൈറ്റ് കവേർഡായിട്ടുള്ള ഒരു ഏരിയയായി മാറും സ്നോ ടൈമിൽ. മാത്രമല്ല ഇവിടെ നമുക്ക് വൂൾഫ് ക്യാബിൻ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ കഴിഞ്ഞേക്കുമ്പോൾ ചുറ്റും വൂൾഫിൻ്റെ ഒരു ഇതുണ്ടാവും. നമ്മളൊരു ഗ്ലാസ് ഹൗസാണ്, പക്ഷെ നല്ല എക്സ്പെൻസീവ് ആയിരുന്നതുകൊണ്ട് നമ്മളത് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി തരം വൂൾഫ് ഉണ്ടെന്ന്. അപ്പോൾ ടിമ്പർ വൂൾഫ്സിനെ കണ്ടു. അപ്പോൾ വൂൾഫ് ഈ കാണുന്ന ഈ 3 വൂൾഫ്സ് എല്ലാം ആ ക്യാബിന് ചുറ്റും വരും. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അപ്പോൾ അത് ഭയങ്കര ഫേമസ് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ടായിട്ട് നോർത്ത് അമേരിക്കയിൽ. അതുകൊണ്ടാണ് പാർക്ക് ഒമേഗ പറയുന്നത് കേട്ടോ. ഇനി ഇതൊന്നും കൂടാതെ നമ്മളവിടെ ഒരു ബങ്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് ഡ്രൈവ് ചെയ്ത് നമുക്ക് അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. കുഞ്ഞി മെഡോസും കുഞ്ഞി ഫോറസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഗോൾഫ് കാർട്ടിൽ എക്സ്പ്ലോർ ചെയ്യാം. സോ ഞാൻ ആദ്യമായിട്ട് ഗോൾഫ് കാർട്ട് ഓടിച്ചതും എവിടെയായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ആർട്ടിക് എന്തോ ആയിരുന്നു ഇത് കാണട്ടെ, പേര് മറന്നുപോയി. ഒത്തിരി സ്പീഷീസ് ഉണ്ട്. അപ്പോൾ ഞാനിത് വളരെ ഒരു കുഞ്ഞ് വ്ളോഗാണ് എടുത്തിരിക്കുന്നത്. കാരണം ആക്ച്വലി അന്ന് എനിക്ക് സുഖമില്ലാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അത്ര ഡീറ്റെയിൽഡായിട്ടൊന്നും നമ്മൾ എടുത്തില്ല. പിന്നെ കുറേ തരം വെറൈറ്റി ഓഫ് നല്ല സുന്ദരകുട്ടപ്പമായ കുതിരകളെ കണ്ടു. നല്ല രസമില്ല ഇങ്ങനെ ആട്ടിയായിട്ട് നിൽക്കുന്നത് കാണാൻ. പിന്നെ ബൈസണിനെ കണ്ടായിരുന്നു. പിന്നെന്താ അവിടെ ആക്ച്വലി ഒരു ഔട്ട്ഡോർ സ്റ്റേജ് പെർഫോമൻസിൻ്റെ സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അത്യാവശ്യം ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെ വാങ്ങാൻ സാധിക്കും. പിന്നെ അവിടെ മെയിനായിട്ട് വേറെ ഉണ്ടായിരുന്നത് വൂൾഫ്, ഞാൻ പറഞ്ഞല്ലോ ആർട്ടിക് വൂൾഫ്സിനെല്ലാം കാണാൻ സാധിക്കും. അത് വളരെ റെയറായിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകളാണ്. പലതരം ബേർഡ്സ് ഉണ്ടാവും. ബേർഡ് വാച്ചിങ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാവുന്നൊരു കാര്യമാണ്. പിന്നെ ഈ പറയുന്ന മാനുകൾക്ക് ഫീഡ് ചെയ്യുക എന്നുള്ളതെല്ലാം കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്നൊരു കാര്യമാണ് കേട്ടോ. കണ്ടത് ഇതെല്ലാം വൂൾഫാണ്. ഇത് ചുറ്റും വൂൾഫാണ് ആക്ച്വലി. ഇതിൽ ഉറങ്ങി എഴുന്നേക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ, നിങ്ങളത്ര റിച്ച് ആണെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാവരും എന്തായാലും ഗോൾഫ് കാർട്ടൊക്കെ എടുത്തു. ഞാൻ ഡ്രൈവ് ചെയ്തു, അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്തു, അച്ഛൻ ഡ്രൈവ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മാറി വണ്ടി ഓടിച്ച് കളിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു അടിപൊളി ഫാമുണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറേ കുഞ്ഞു ജീവികളുള്ളൊരു ഫാമുണ്ട്. പലതരം നല്ല വെറൈറ്റി ഓഫ് ആടുകൾ, പശുക്കൾ, കുതിര, പിന്നെന്താണ് അവിടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. മറ്റേ മുയലുകളുടെയൊക്കെ ഉള്ളൊരു ഫാമുണ്ട്. അപ്പോൾ നമുക്ക് ഈ കാർട്ട് എടുത്തിട്ടും ഫാമിലോട്ട് പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ അവരവിടെ നിന്നൊരു ബസ് പോലെ എന്തോ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതും എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ട്രെക്കിംഗ് ട്രെയിൽസൊക്കെ ഇഷ്ടമാണെങ്കിൽ 3 ട്രെയിൽസ് ഉണ്ട് ഇതിനകത്ത്. സോ കുഞ്ഞി ട്രെയിൽ തൊട്ടിട്ട് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് വരെയുള്ള ട്രെയിൽസ് ഉണ്ട്. അതും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊത്തത്തിൽ വളരെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ 12 കിലോമീറ്ററോളമാണിത്. ഡ്രൈവ് ത്രൂ ആയിട്ടുള്ളൊരു പാർക്കാണ്. അപ്പോൾ ഓരോ സ്റ്റോപ്പിലും അവർ എഴുതിയിട്ടുണ്ട് എന്ത് തരം ആനിമൽസിനാണ് നമ്മൾ കാണാമെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ ഗോൾഫ് കാർട്ട് എടുത്തിട്ടാണ് ഈ പറഞ്ഞ
ഫാം കാണാൻ വന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ബൈസണിനെയൊക്കെ കാണുമ്പോൾ പോണ വഴിക്ക് അതിന് ഫാമിലെത്തിയപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഫീഡ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ട്. കുഞ്ഞി ആട്ടുംകുട്ടികൾക്കൊക്കെ നമുക്ക് പുല്ലൊക്കെ കൊടുക്കാൻ അവിടെ ഉള്ളത്. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു വലിയവരും കുട്ടികളും ഒരുപോലെ എൻജോയ് ചെയ്യും. കാരണം നമ്മൾ മാനിനൊന്നും ഇങ്ങനെ ഫീഡ് ചെയ്യുന്നൊരു എക്സ്പീരിയൻസ് നമുക്കില്ലല്ലോ. പക്ഷെ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് കണ്ടമാനം ക്യാരറ്റ് വാങ്ങിയിട്ട് വരണം. കാരണം ഇവർ അവർ നല്ല ഡബിൾ വിലയ്ക്കാണ് ഇവിടെ വിൽക്കുക. സോ ഞങ്ങളുടെ സെക്കൻഡ് ടൈം ആയ കാരണം നമ്മൾ ഓൾറെഡി അത്യാവശ്യം ക്യാരറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടാണ് വന്നത്. പിന്നെ ഫോട്ടോസ് എടുക്കാനും ഒത്തിരി നല്ല നല്ല സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റി. ഒരു അടിപൊളി ഒരു 1 ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. പിന്നെ ഇത് കൂടാതെ അവരുടെ ഒരു ട്രീയിൽ നടക്കാൻ പറ്റുന്നൊരു ബ്രിഡ്ജ് ഉണ്ട് ആക്ച്വലി. അത് ഭയങ്കര രസമുള്ളതാണ്. ഒത്തിരി നീളനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള ബ്രിഡ്ജാണിത്. അപ്പം ഒരു മരത്തും വന്ന് മറ്റേ മരത്തേക്ക് നമ്മൾ ഈ ആടി തൂക്കുവാലം പോലെ പോകുമ്പോൾ ഇച്ചിരി പേടിക്കും. ചിലതൊക്കെ നല്ല നീളത്തിലുള്ളതാണ്, നല്ല ഹൈറ്റിലുമാണ്. അപ്പം അതും എക്സ്പീരിയൻസ് ചെയ്യാം നമുക്കിവിടെ. പിന്നെന്താണ്, പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് അവരവിടെ എന്തോ ബെയറിൻ്റെ ഒരു ക്യാബിനും തുടങ്ങിയിട്ടുണ്ട്. അതായത് കരടി ഉള്ള പോലെ, വൂൾഫിനുള്ള പോലെ കരടിയുടെ ഒരു ക്യാബിനുണ്ട്. പക്ഷേ ഇതിനെല്ലാം നമുക്കൊരു ഡേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും ക്യാൻസൽ ചെയ്യാൻ വെയിറ്റ് ചെയ്യണം. സോ ഇവിടെ നിന്ന് കൈയൊക്കെ വീശി തരുന്നുണ്ട് ധനുഷ് അച്ഛനും. കാരണം ഒത്തിരി ലെങ്ത് ഉള്ളതായപ്പോൾ പിന്നെ അമ്മയ്ക്ക് പേടിയായി, അമ്മ കയറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും താഴെ നിന്നു. അച്ഛനും തനും കൂടെ അത് പോയി കംപ്ലീറ്റ് ചെയ്തു. പിന്നെ ഇവിടെ കണ്ട സ്പീഷീസിനെ പറ്റി ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, റക്കൂൺ ആയാലും കൊയോട്ടാണെങ്കിലും പിന്നെന്താ പലതരം ഡിയേഴ്സ് ഉണ്ട്, പിന്നെ കരീബു, അങ്ങനെ പറയുന്ന ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല എന്താ പറയുക, എല്ലാ വണ്ടികളും ഇങ്ങനെ ആൾക്കാർ ഇതിനെ കാണാൻ വേണ്ടി ഇങ്ങനെ നിർത്തി സ്പോട്ട് ചെയ്യുന്നത് കാണാം. പിന്നെ ഇത് കണ്ടോ, ഒരു കരടിയാണ് ഒരു തരം. നല്ല രസമാണ് കാണാൻ. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് കുറേ പന്നിക്കുട്ടികൾ അവിടെ വളർത്തുന്നുണ്ട് അവർ. അപ്പോൾ അതിനും നമുക്ക് ഫുഡ് എറിഞ്ഞു കൊടുക്കാം. പിന്നെ എന്താ, പോരാൻ നേരത്ത് വീണ്ടും ഒരു പാവം മാൻകുട്ടി വന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ വാങ്ങി കഴിച്ചു. അപ്പോൾ അതിനൊക്കെ ഫുഡ് കൊടുത്ത് നമ്മളിങ്ങനെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു 1 ഡേ ട്രിപ്പായിരുന്നു. ആകെ പ്രശ്നം ഉണ്ടായിരുന്നത് ആക്ച്വലി എനിക്ക് സുഖമില്ലാതിരുന്നൊരു കാര്യം മാത്രമായിരുന്നു. അതർ ദാൻ ദാറ്റ് ഇത് നല്ലൊരു മെമ്മറബിൾ 1 ഡേ ട്രിപ്പ് തന്നെയാണ്. ലാസ്റ്റ് എൻഡിലാണ് നമ്മൾ ഫിഷിനുള്ള ഫീഡിൻ്റെ സ്ഥലം കാണുന്നത്. അവിടെ നമുക്ക് ഒത്തിരി ട്രൗട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അതിന് ഫീഡ് കൊടുത്തും അതിനെ എന്താ പറയുക, അതും എൻജോയ് ചെയ്തിട്ടൊരു അടിപൊളി ലേക്കാണ്. പിക്നിക് സ്പോട്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരുന്ന് കഴിക്കാം. ഒത്തിരി സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഒരു നല്ലൊരു അടിപൊളി ജേർണി ആയിരുന്നു. അപ്പോൾ ഇതിനൊരു കുഞ്ഞു വ്ളോഗാണ് ആക്ച്വലി. ഇൻ ഡീറ്റെയിലൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ എടുക്കാൻ പറ്റിയൊരു കണ്ടീഷൻ ആയിരുന്നില്ല അപ്പോൾ ആ സമയത്ത്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഈ വ്ളോഗ് എൻജോയ് ചെയ്തു എന്ന് കരുതുന്നു. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്കും അറിയിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.